നന്മയുടെ പാതയിൽ പ്രവാചകൻ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തമസ്സിന്റെ ശക്തികൾക്ക് സഹിക്കാൻ കഴിയുന്നതിലുമപ്പുറമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം തുടർന്നാൽ തങ്ങളുടെ സ്ഥാപിത താൽപര്യങ്ങളുടെയും ഭൗതിക സൗകര്യങ്ങളുടെയും കടക്ക് കത്തിവെക്കുമെന്നവർ കണക്കുകൂട്ടി. മനുഷ്യരുടെ നന്മക്കായി അള്ളാഹുവിന്റെ പക്കൽ നിന്നു ലഭിച്ച പരിശുദ്ധ ആദർശങ്ങൾ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ പ്രവാചക പുങ്കവൻ അനുഭവിച്ച അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും കയ്യും കണക്കുമില്ല. മാനവ ജീവിതത്തിൻ തമസ്സിൻ ഗോപുരത്തിൻ പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂത് സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം യകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ. മാനവ ജീവിതത്തിൻ തമസ്സിൻ ഗോപുരത്തിൽ പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂത് സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം യകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ. ആലംബമായിരുന്ന പിതൃവ്യൻ വിട ചൊല്ലി സാന്ത്വനമേകും പ്രിയ പത്നിയും പിരിഞ്ഞുപോയി. വിശ്വസ്തനെന്നു വിളിച്ചാദരിച്ചിരുന്നോരിൽ ഇല്ലിനിയാരുമൽപ്പം ആശ്വാസമരുളുവാൻ. ഇത്തിരി തണൽ തേടി എത്തുന്നു ത്വായിഫിലെ മുഖ്യരാം സഖീഫ് എന്ന ഗോത്രത്തിനരികത്ത്. വിളിച്ചു നേതാക്കന്മാർ തെമ്മാടി ചെറുക്കരെ, അത്തിരു ഗുരുവിനെ ആട്ടിയോടിക്കാനായി. ഭ്രാന്തനെന്നാർത്തു വിളിച്ചോടുന്നു ചെറുപ്പക്കാർ. കല്ലുകളെറിയുന്നു, കുട്ടികൾ കുകിടുന്നു. മുന്നിലായി ദീനനായി ഓടുന്നു തിരുദൂതർ. മുഖവും മേനിയാകെ ചോരയാൽ നനയുന്നു. മാനവ ജീവിതത്തിൻ തമസ്സിൻ ഗോപുരത്തിൽ പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂതർ സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം യകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ. പരിഹാസത്തിൻ കൂർത്ത മുള്ളുകൾ തറച്ചിട്ടും ഹൃദയം കരുണയാൽ നിറഞ്ഞു തുളുമ്പുന്നു. വേദന സഹിച്ചും കൊണ്ട തിരുഹൃദയത്തിനുള്ളിലെ തെളിവൊളി അപ്പോഴും ജ്വലിക്കുന്നു. പിന്നിലെ ജനക്കൂട്ടം തളർന്നു പിരിഞ്ഞുപോയി. പിന്നിട്ടു ദൂരമേറെ ഏകനായി അവശനായി. കാരക്കത്തോട്ടത്തിന്റെ തണലിലൊട്ടു നേരമിരുന്നു. കൈകൾ രണ്ടും മേൽപോട്ടേക്കുയർത്തുന്നു. നാഥ നീ പൊറുക്കേണം ഈ ജനതയോട്. അറിയാതെന്തോ ചെയ്തു പാവങ്ങളിവരിന്ന്. എന്തിവർ ചെയ്യുന്നെന്നും എന്തിനു ചെയ്യുന്നെന്നും അറിഞ്ഞില്ലവർ തന്നെ. അതിനാൽ മാപ്പു നൽകൂ. അമ്മഹാനുഭാവന്റെ പാതകൾ പിൻപറ്റുകീലി ലോകമെന്നും ശാന്തി നിറഞ്ഞു വിളങ്ങിടും. ലോകൈക ഗുരുവാകും മുഹമ്മദിന്റെ സത്യ ജീവിതം തന്നെയല്ലോ മാതൃക നമുക്കെന്നും. ലോകൈക ഗുരുവാകും മുഹമ്മദിന്റെ സത്യ ജീവിതം തന്നെയല്ലോ മാതൃക നമുക്കെന്നും. മാനവ ജീവിതത്തിൻ തമസ്സിൻ ഗോപുരത്തിൻ
പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂതർ സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം യകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ മാനവ ജീവിതത്തിൻ തമസിൻ ഗോപുരത്തിൽ പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂതർ സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം യകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ